ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ വീട്ടിൽ 4 ഡോഗ്സ് ഉണ്ട്, 4 കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. ഇപ്പോൾ ഡോഗ്സിനെ വളർത്തുന്നവരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ കുക്കറിലേക്ക് ആദ്യം അരി ഇട്ടു. ഞാനിവിടെ റേഷൻ അരിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ, ചീര, മത്തങ്ങ, ക്യാരറ്റ്, കയ്യിൽ എന്താണോ ഉള്ളത് അതും അവർക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറി ആയിരിക്കണം. ഏറ്റവും ബെസ്റ്റ് മത്തങ്ങയാണ്. മത്തങ്ങ, ചിക്കൻ, ക്യാരറ്റ് അതൊക്കെ നല്ലതാണ്. വേറെ സവാള ആ വക ഒന്നും കൊടുക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലിൽ വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലിൽ വേവിക്കുമ്പോഴേക്കും ചോറ് നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടും. അപ്പം 4 പേരും നല്ല വിശന്നിരിക്കണേണ്. ഞാനിവിടെ കുക്കർ തുറക്കുമ്പോൾ തന്നെ അവർക്ക് അവിടെ മണം കിട്ടും. അപ്പോഴേക്കും കുര തുടങ്ങും. പിന്നെ പയ്യെ ചോറൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് ഇറക്കി ഫുഡ് കൊടുക്കില്ല. കുഞ്ഞുങ്ങൾക്ക് കൂടിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുക്കും. പിന്നെ ഒരാൾക്ക് പുറത്തിറക്കിയിട്ടാണ് ചോറ് വെച്ച് കൊടുക്കുന്നത്. കാരണം ആ വലിയ ആൾക്കാർ 2 പേരുണ്ടല്ലോ, അവർ ഒരുമിച്ച് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആൾ ഇങ്ങേരുടെ പാത്രത്തിൽ വന്ന് തലയിടുമ്പോഴേക്കും ഇങ്ങേടിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങേടി ചിലപ്പോൾ നല്ല കടിയൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഒരാളെ പുറത്തും ഒരാളകത്തും വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അവളുടെ പേര് സിയ എന്നായിരുന്നു. അത്യാവശ്യം നല്ല സൈസും കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ അവളുടെ ആദ്യത്തെ പ്രസവത്തിലുണ്ടായിരുന്ന ആദ്യത്തെ മോളാണ് ഇവള്, സേറ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ഇത്തിരി കുശുമ്പും, പുതിയ ആൾക്കാർ പയ്യെ പയ്യെ വന്നപ്പോഴേക്കും അവൾക്കൊരു കുശുമ്പും. പിന്നെ ഫുഡ് കൊടുക്കാൻ നേരത്തായാലും നമ്മളവളെ വേറെ ആൾക്കാരെ പുന്നാരിക്കുമ്പോഴായാലും ഇവൾക്കൊരു കുശുമ്പുണ്ട്. അവൾ ആദ്യത്തെ മോളല്ലേ. സിയ പോയപ്പോഴേക്കും സേറ ഭയങ്കര സൈലൻ്റായി. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സേറക്കൊരു കൂട്ട് വേണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴേക്കും അവളുടെ ആ ഒരു സൈസിന് പറ്റിയ ഒരാളെ വേണമെന്നുണ്ടായിരുന്നു. അതും പെണ്ണ് തന്നെ. അങ്ങനെയാണ് ഞങ്ങൾ ബ്രീഫനെ വാങ്ങണത്. അപ്പോൾ ബ്രീഫനെ വാങ്ങി വന്നപ്പോഴേക്കും ആദ്യം ഇത്തിരി അഗ്രസീവൊക്കെ ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, അവർ തമ്മിൽ കൂട്ടായി. പിന്നെ ബ്രീഫയുടെ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുങ്ങളായി. അതിൽ 2 പേരെ ഞങ്ങളിവിടെ നിർത്തി. ഒരാണിനെയും ഒരു പെണ്ണിനെയും നിർത്തി. ആണിൻ്റെ പേര് ബ്രൂസ്ലി, പെണ്ണിൻ്റെ പേര് ലൂണ. ആ 2 മക്കളാണ് ഈ ചെറിയ മക്കൾ. ചെറുതുങ്ങളെ പുറത്തിറക്കിയാൽ പിന്നെ കയറ്റാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കുപ്പി എടുത്തിട്ട് 2 കുലുക്ക് കുലുക്കുമ്പോൾ തന്നെ ഇതുങ്ങൾ ഓടി വന്ന് വേഗം കൂട്ടി കയറും. അങ്ങനെ വേഗം കൂടെ ഇറക്കും. പിന്നെ എപ്പോഴും കൂട്ടി തന്നെയല്ല പുറത്തേക്ക് ഇറക്കാറുണ്ട്. ഞങ്ങളുള്ള സമയത്ത് മാത്രമേ പുറത്തിറക്കാറുള്ളൂ. കാരണം കുറേ നാടൻ പട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വലുതുങ്ങൾക്കാണെങ്കിലും ഹീറ്റായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നാടൻ നായ അകത്തേക്ക് ചാടി വരും. നാടൻ നായ ശല്യമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം അവരവരുടെ കാര്യം നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇവളന്മാർ ഭയങ്കരമായിട്ടും കുറച്ച് അങ്ങോട്ട് ഓടിപ്പോവും. അപ്പോൾ വെറുതെ വേലിയിലിടുന്ന പാമ്പിനെടുത്ത് തലയിൽ വെക്കേണ്ട അവസ്ഥ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളുള്ള സമയത്ത് മാത്രമേ ഇറക്കാറുള്ളൂ. അപ്പോൾ ഞാനധികം കത്തി വെച്ച് നിങ്ങളാരെയും ബോറടിപ്പിക്കണില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.